ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇലക്കറി വയ്ക്കാം കേട്ടോ. മുരിങ്ങേൻ്റെ ഇലയും പരിപ്പും കറി വയ്ക്കേ. ആദ്യം നമുക്ക് ഇതുപോലെ നന്നാക്കി എടുക്കാം. ഇനി ഇതിലേക്കുള്ള തേങ്ങ ചിലവാ കേട്ടോ. ഇനി ഇതിലേക്കുള്ള പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. ഇത് കുക്കറിലിട്ട് വിസിലടിക്കാം കേട്ടോ. അപ്പോൾ ഇലയ്ക്ക് വേവില്ലല്ലോ, അപ്പോൾ ലാസ്റ്റ് കൊടുക്കാനാണ്. അപ്പോൾ അതിലേക്ക് മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും പച്ചമുളകും ഇട്ടിട്ട് അടുപ്പത്തേക്ക് വെക്കാൻ പോവാണേ. ഇവിടെ ഉണ്ടായ പച്ചമുളകാണ് കേട്ടോ, അതാണ് ഈ കളറേ. ഒരുപാട് എരിവ് ഇട്ടിട്ടില്ലേ, ഒരുപാട് എരിവ് പറ്റൂല. അത് രസം വേണമെങ്കിൽ കുറച്ച് എരിവ് കുറവ് വേണം. നല്ല എരിവായാൽ ആ കറീൻ്റെ ടേസ്റ്റ് പോയി പോകും. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഇട്ടാൽ മതി. നമ്മൾ തേങ്ങ ഇവിടെ ചിരവി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കും. മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാനൊരു ചോള ഉള്ളി ഇട്ടിട്ടുണ്ട് തേങ്ങയിലേക്ക്. ഞാനിത് ജാറിലിടലും കറണ്ട് പോകലും. ഇപ്പോൾ വന്നേരം ഇപ്പോൾ ഇതിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മുടെ ഇതിലത് അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. നമ്മളെ പരിപ്പൊന്ന് വെന്ത് വരട്ടെ. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല കട്ടിയായതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഉപ്പിട്ടിട്ടില്ലേ, പരിപ്പ് വെന്തില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഉപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് ഇനി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങയിലൊക്കെ ഒരുപാട് ഉപ്പ് വേണ്ട, ആവശ്യത്തിന് ഇട്ടാൽ മതി. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ ഈ സമയം കൊണ്ട് ഞാൻ ഇതിലേക്കുള്ള വറവ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അത് ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. കടുകിലാണ് വറവിട്ടത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വറവൊക്കെ ഇട്ടിട്ടുണ്ട്. മുരിങ്ങയില തിളയ്ക്കണം, പക്ഷെ ഒരുപാട് തിളച്ചാലൊരു കയ്പ്പായിരിക്കും കേട്ടോ കറിക്ക്. അപ്പോൾ ഒരുപാട് തിളയ്ക്കാൻ പാടില്ല, അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.